ഹായ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ അഥവാ JMI സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹിയിലുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതിൻ്റെ UG PG ഡിപ്ലോമ അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 30 എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് ഏപ്രിൽ 25 മുതൽ മെയ് ലാസ്റ്റ് വരെയാണ്. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ അത് നടത്താനുള്ള ടൈം ഏപ്രിൽ 4 മുതൽ 10 വരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, ഈ ജാമിയ മില്ലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയല്ലേ പ്രവേശനം? ന്യായമായൊരു സംശയമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ജാമിയ മില്ലിയയുടെ കോഴ്സുകൾ വിന്യസിച്ചിരിക്കുന്നത് UG കോഴ്സുകൾ, അത് തന്നെ 42 കോഴ്സുകൾ, PG 84ഓളം പ്രോഗ്രാമുകൾ, പിന്നെ PG ഡിപ്ലോമ 17 ഡിപ്ലോമ 17 ദെൻ അതുപോലെ തന്നെ അഡ്വാൻസ് ഡിപ്ലോമ 11 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ 15. ഇങ്ങനെയാണ് കോഴ്സുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഈ കോഴ്സുകളിൽ ഡിഗ്രി പ്രോഗ്രാമുകളിൽ 42 ആകെ 15 കോഴ്സുകളാണ് ജാമ്യയുടെ എൻട്രൻസ് വഴി CUET എൻട്രൻസ് വഴി നടത്തുന്നത് 15. ബാക്കി കോഴ്സുകളിൽ പ്രധാനപ്പെട്ട കോഴ്സുകളെല്ലാം ജാമ്യ നേരിട്ട് തന്നെ എൻട്രൻസ് നടത്തുന്ന. ജാമ്യയുടെ എൻട്രൻസിലൂടെ അല്ലാതെ ഡിഗ്രി പ്രവേശനം കൊടുക്കുന്ന മറ്റൊന്ന് ഏതാണ്? BDS ആണ്. BDS പക്ഷേ പ്രോസസ്സിലും ആപ്ലിക്കേഷനിലും BDS വരുന്നില്ല. നമ്മളത് നീറ്റ് വഴിയാണ്. നീറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, MCC വഴി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുന്നു. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നിടത്ത് BDS നിങ്ങൾക്ക് കാണില്ല. പിന്നെ വരുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളാണ്. എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് നടത്തുന്നത്. പക്ഷേ അത് ആപ്ലിക്കേഷൻ പ്രോസസ്സും അഡ്മിഷനും ജാമിയ മില്ലിയുടെ സൈറ്റ് വഴിയാണ്. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജാമിയ മില്ലിയയിൽ സൈറ്റിൽ കയറുമ്പോൾ JEE ആപ്ലിക്കേഷൻ നമ്പർ കൂടി കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ BRക്കിൻ്റെ എൻട്രൻസ് ജാമിയ മില്ലിയൻ്റെതല്ല, BRക്കിൻ്റെ എൻട്രൻസ് അത് കണ്ടക്ട് ചെയ്യുന്നത് നാറ്റയാണ്. അപ്പോൾ നാറ്റയുടെ എൻട്രൻസ് എക്സാം വഴിയാണ് ഈ ജാമിയയുടെ മില്ലിയുടെ BRക്കിന് പ്രവേശനം കൊടുക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സപ്പാണ് സത്യത്തിൽ. ഒരു ഒന്നിച്ചല്ല നടത്തുന്നതെന്ന് അർത്ഥം, ഒരേ എക്സാം മാത്രമല്ല നടത്തുന്നതെന്ന് അർത്ഥം. നമ്മൾ ഈ CUET വഴി നടത്തുന്ന അല്ലെങ്കിൽ CUET എൻട്രൻസ് എക്സാമിനേഷൻ വഴി പ്രവേശനം കൊടുക്കുന്നത് 15 ഡിഗ്രി പ്രോഗ്രാമുകളാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് ടർക്കിഷ്, BA ഹോണേഴ്സ് ടർക്കിഷ് ഉണ്ട്, അതുപോലെ തന്നെ ഉറുദു, പേർഷ്യൻ, പിന്നെ സാൻസ്ക്രിറ്റ്, ഹിന്ദി, ദെൻ അതുപോലെ തന്നെ കൊറിയൻ ഭാഷ, അതുപോലെ ഫ്രഞ്ച്, സ്പാനിഷ്. അത് കഴിഞ്ഞാൽ ഡിഗ്രി പ്രോഗ്രാമുകളിൽ ഇക്കണോമിക്സ്, ഹിസ്റ്ററി വരുന്നുണ്ട്, പിന്നെ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc അപ്ലൈഡ് മാത്തമാറ്റിക്സ്, BSc ബയോടെക്നോളജി, പിന്നെ BVOCൻ്റെ ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ച് സോളാർ എനർജി. ഈ 15 പ്രോഗ്രാമുകളാണ് CUET വഴി വരുന്നതെങ്കിൽ ബാക്കി എല്ലാ ഡിഗ്രികളും ജാമിയ മില്ലിയയുടെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. ഇനി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ ജാമിയ മില്ലിയയുടെ ടെസ്റ്റ് സെൻറ്ററുകളാണ്. ടെസ്റ്റ് സെൻറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കോഴ്സുകളുടെയും ടെസ്റ്റ് സെൻറ്റർ വരുന്ന ജാമിയ മില്ലിയ ക്യാമ്പസ് തന്നെയാണ്. ഇപ്പോൾ ജാമിയ മില്ലിയ ക്യാമ്പസിൽ ഇപ്പോൾ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഒരു ടെസ്റ്റ് സെൻ്ററാണ്. പക്ഷേ അതിലൂടെ എല്ലാ ഡിഗ്രി കോഴ്സുകളും വരുന്നില്ല. അവിടുത്തെ ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വരുന്നത് ഒന്ന് BSc എയറോനോട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട BSc പ്രോഗ്രാമാണ്. അതാണ് ഡിഗ്രി എന്ന് പറയാൻ പറ്റുന്നത്. മറ്റേത് B.Ed ആണ്. പിന്നുള്ളത് B.Ed ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിയാണ്, പക്ഷേ അത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കുള്ള കോഴ്സാണ്. മറ്റൊന്ന് ഡിപ്ലോമ പ്രോഗ്രാമുകളാണ്. അതല്ലാതെ PG പ്രോഗ്രാമുകൾക്ക് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. PG സോഷ്യൽ വർക്ക് വരുന്നുണ്ട്, MBA വരുന്നുണ്ട്, MCA വരുന്നുണ്ട്, MHRM വരുന്നുണ്ട്. അതിനൊക്കെ ടെസ്റ്റ് സെൻറ്റർ ട്രിവാൻഡ്രത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടെസ്റ്റ് പാറ്റേൺ സെയിം അല്ല. ടെസ്റ്റ് പാറ്റേൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കേ, ഹിസ്റ്ററി BA ഹിസ്റ്ററിയുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ 50% ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് വരുന്നത്, 10% വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന്, 10% വരുന്നത് ജനറൽ സയൻസ്. ദെൻ അത് ജനറൽ സയൻസ് ബേസിക് സയൻസ് പ്രോഗ്രാം ചോദ്യങ്ങളാണ് വരിക. മറ്റൊന്ന് സോഷ്യൽ സയൻസ്, 10% സോഷ്യൽ സയൻസ്, അതാണ് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അതിലുണ്ടാവില്ല. പിന്നെ വരുന്നത് GK 10%, മറ്റൊന്ന് കറണ്ട് അഫയേഴ്സ് 10%. അപ്പം ടോട്ടൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വിതരണം ഇങ്ങനെയാണ്. അതേസമയത്ത് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിലേക്ക് പോയി നോക്ക്. പൊളിറ്റിക്കൽ സയൻസിൽ വരുമ്പോൾ ജനറൽ അവയർനെസ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റൈല് തന്നെ മാറി. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഇതാണ് വരുന്നത്. ഇനി നിങ്ങൾ നേരെ
ഇക്കണോമിക്സിലേക്ക് പോയാൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് പോയാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്ത് നോക്കുക നിങ്ങൾ, പാർട്ട് എയും പാർട്ട് ബിയും ആയിട്ടാണ് അതിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്, ടെസ്റ്റ് പാറ്റേൺ വരുന്നത്. ആദ്യത്തെ പാർട്ട് എയിൽ 40% ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQ ആണ്. അതിൽ വരുന്ന എന്താ, ബുക്സിനെ കുറിച്ച്, ഓതേഴ്സിനെ കുറിച്ചാണ്. ഇനി പാർട്ട് ബിയിലോ അതിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവാം. അതിൽ വരുന്നത് രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 30% ക്വസ്റ്റ്യൻസ് എക്സസൈസ് ആണ്, 20% കോംപ്രിഹെൻഷൻ ആണ്, 10% വൊക്കാബ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പം നിങ്ങൾ നോക്കുക, ഓരോ കോഴ്സിനും ടെസ്റ്റ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ കോഴ്സും സെലക്ട് ചെയ്യുന്ന ടെസ്റ്റ് പാറ്റേൺ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഏപ്രിൽ 25 മുതൽ മെയ് ലാസ്റ്റ് വരെയാണ്. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഏത് വരുന്നത്, CUET എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ CUET വഴി പ്രവേശനം ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതുകൊണ്ട് അതിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, ജാമിയ മില്ലിയയും ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റുകൾ ക്ലാഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്തത്, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ ടെസ്റ്റ് സെൻറ്റർ അധിക കോഴ്സുകളും CUET വഴി പ്രവേശനം തേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ അധികവും ജാമിയ മില്ലിയയിലുള്ളതും ആണെങ്കിൽ അതെല്ലാം ടെസ്റ്റ് സെൻറ്റർ വരുന്നത് ജാമിയ മില്ലിയ ക്യാമ്പസിലാണ്. അപ്പോൾ നിങ്ങൾ CUET ടെസ്റ്റ് സെൻറ്റർ നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ജാമിയ മില്ലിയയിലെ ടെസ്റ്റിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അടുത്തടുത്താണ് ഡേറ്റെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, പ്രയാസമാവും. നിങ്ങൾ നോക്കിയേ, ഈ BPT കോഴ്സ് ഉണ്ട് അവിടെ, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി, മെയ് 8-നാണ് അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. നീറ്റ് എക്സാമിനേഷൻ വരുന്നത് മെയ് 5-നാണ്. അപ്പോൾ ബയോളജിക്കൽ സയൻസ് വെച്ചുകൊണ്ട് ഇത്തരം കോഴ്സുകൾ താല്പര്യമുള്ള ആളുകൾ, ഒരേ സമയം MBBS-ഉം BPT ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ക്ലാഷ് വരും. എന്ന് വെച്ചാൽ നമ്മൾ ഈ നീറ്റ് എക്സാമിനേഷൻ നാട്ടിൽ എഴുതിയിട്ട് BPTയുടെ എക്സാമിനേഷൻ ജാമിയ മില്ലിയയുടെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിച്ച് അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജാമിയ മില്ലിയ ക്യാമ്പസിൽ പോയി ചെയ്യേണ്ടി വരും. ദെൻ അതുപോലെ തന്നെ ബയോളജിക്കൽ സയൻസിൻ്റെത് മെയ് 2-നാണ് വരുന്നത്. ദെൻ ലൈഫ് സയൻസ് പ്രോഗ്രാമുകൾ മെയ് 22-നാണ്. അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ദെൻ അതിനകത്ത് മെയ് 2-ന് വരുന്ന ടെസ്റ്റുകളുണ്ട്, അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ ബയോസയൻസാണ് അത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടെസ്റ്റ് സെൻറ്റർ എല്ലാം ഡൽഹിയിലാക്കുകയാണെങ്കിൽ നമുക്ക് ജാമിയ മില്ലിയയുടെ എക്സാമും കൂടി നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഡേറ്റ്, ടെസ്റ്റ് പാറ്റേൺ ഒക്കെ നമ്മൾ നോക്കാനും കൊടുക്കാനും. ജാമിയ മില്ലിയനെ കുറിച്ച് നിങ്ങൾ അറിയാം, വളരെ വിശദമായ വീഡിയോ ഞാൻ വീണ്ടും പറയുന്നു, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇത് വീഡിയോ കരിയഗുരുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം മാക്സിമം. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് വളരെ വിശദമായി വായിച്ചിട്ട് അതെന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഒരു 5-6 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. നിങ്ങൾ JMICOE.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ന്യൂ രജിസ്ട്രേഷനും രജിസ്ട്രേഷൻ ആക്ടിവേഷനും സൈൻ ഇന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ കയറി ക്ലിക്ക് ചെയ്യാം. അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു പേജിലേക്ക് പോയി ആ പേജിൽ വരുന്നത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ ഫാദറിൻ്റെ മദറിൻ്റെ പേര്, ദെൻ അതുപോലെ തന്നെ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡിന് മുമ്പ് മൊബൈൽ, ഇമെയിലൊക്കെ കൊടുക്കണം. ദെൻ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യണം. ദെൻ അതിനുശേഷം ഒരു ക്യാപ്ച ഉണ്ട്, അതൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് പ്രസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഇത് ആക്ടിവേഷൻ കോഡ് നമ്മുടെ ഇമെയിലിലേക്ക് പോകും. അപ്പോൾ ഇമെയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയതും ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പാസ്വേഡ് നമുക്ക് അറിയാവുന്നതുമായിരിക്കണം. എന്നിട്ട് ആ കോഡ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റൈറ്റ് സൈഡിൽ വീണ്ടും ലോഗിൻ ചെയ്ത് ആക്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇമെയിൽ ID വഴിയാണ്, നമ്മൾ കൊടുത്ത ഇമെയിൽ ID ആണ് നമ്മളുടെ സത്യത്തിൽ യൂസർ ID എന്നുള്ളതാണ്. ദെൻ പിന്നെ നമ്മൾ കൊടുത്ത പാസ്വേഡ് ശ്രദ്ധിക്കുക, എഴുതി വെക്കുക എവിടെയെങ്കിലും. എന്നിട്ട് ഈ യൂസർ ID കൊടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ ആക്ടിവേഷൻ കോഡും കൂടി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് രജിസ്ട്രേഷൻ പ്രോസസ്സ് തീർന്നു. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് തീരുമ്പോൾ പിന്നെ നേരെ ചാടുന്നത് കോഴ്സിലേക്കാണ്. അത് നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ വരുന്നത് നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസാണ്. നമ്മളുടെ സോഷ്യൽ കാറ്റഗറി പ്രിഫറൻസ് കൊടുക്കുന്നു. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. NSSലുണ്ടോ, NCCയിലുണ്ടോ, അങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളും ചോദിക്കും. ഏതെങ്കിലും കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇതിൽ അധികം ഓപ്ഷനും ഇതും മാൻഡേറ്ററി ആണ്. ഓപ്ഷൻ മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ നമ്മളൊരു അഡ്രസ്സ് ഫില്ല് ചെയ്തിട്ട് അഡ്രസ്സ് അങ്ങ് കൊടുത്താൽ മതി. എമർജൻസി കമ്മ്യൂണിക്കേറ്റർ ഒരു മൊബൈൽ ചേർക്കാണ്ട് അതും മാൻഡേറ്ററി ആണ്. അപ്പോൾ വേറൊരു മൊബൈൽ നമ്പർ നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഫീൽഡുകളെല്ലാം നമ്മൾ കൊടുക്കണം. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് സിഗ്നേച്ചറിലേക്കും ഫോട്ടോയിലേക്കുമാണ്. അത് വളരെ കൃത്യമായിട്ട് ഇത്ര
ഡയമെൻഷനിലുള്ള JPEG ഫോർമാറ്റിൽ ഫോട്ടോ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് വെച്ച് അത് എൻ്റർ ചെയ്യണം. ദെൻ അത് എൻ്റർ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അക്കാഡമിക് ഡീറ്റെയിൽസിൽ നമ്മൾ എന്ത് കോഴ്സാണ് കഴിഞ്ഞത്, നമ്മുടെ എലിജിബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ റിസൾട്ട് അവൈറ്റഡ് കൊടുക്കണം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇയർ, അപ്പിയറിംഗ് ഇയർ കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ ഈ വിഷയം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, ബോർഡ് കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾ കൊടുക്കുക. ഇനി ഡിഗ്രി ആണെങ്കിൽ +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് ഡിഗ്രിയുടേത് നമ്മൾ റിസൾട്ട് അവൈറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇയർ, അപ്പിയറിംഗ് ഇയർ കൊടുക്കുക. ദെൻ ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസിലേക്കാണ്. ഈ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ റിസൾട്ട് അവൈറ്റിംഗ് കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കാനില്ല. ബാക്കിയുള്ള ഡോക്യുമെൻ്റ് അഡ്മിഷൻ ടൈമിനാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അതിൽ വരുന്നത് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ്. ആ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണെങ്കിൽ ST OBC ഉണ്ടാവും, ഇതിൽ ഏതാണെന്ന് കൊടുക്കുക. അതുപോലെ പ്രിഫറൻസിൽ വരുന്ന മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു സാധനം സെൻറ്ററാണ്, എക്സാമിനേഷൻ സെൻറ്ററാണ്. ആ സെൻറ്റർ ഏതാണ്? ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം വെച്ചുകൊണ്ട് PGയിൽ MBA, MCA, MSW പോലുള്ള MA സോഷ്യൽ വർക്കിനൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ട്രിവാൻഡ്രം സെൻറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രം സെൻറ്റർ കിടക്കുന്നുണ്ടാവും, അത് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മൾ BSc എയറോനോട്ടിക്കൽ, ഡിഗ്രി തലത്തിൽ എയറോനോട്ടിക്കലാണുള്ളത്, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രിവാൻഡ്രം. ബാക്കിയുള്ളതെല്ലാം ജാമിയ മില്ലിയ ക്യാമ്പസ് ആയതുകൊണ്ട് ഡൽഹി ആയിരിക്കും സെൻറ്റർ വരുന്നുണ്ടാവുക. ആ സെൻറ്ററും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രിവ്യൂവും സബ്മിഷനും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ പ്രിവ്യൂ ഒക്കെ നമ്മൾ നോക്കണമെങ്കിൽ നോക്കിയാൽ മതി, അത് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പേയ്മെൻറ്റിലേക്ക് പോകും. പേയ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഴ്സ് പ്രിഫറൻസ് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ജാമിയ മില്ലിയയിൽ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് കൊടുക്കുന്ന കോഴ്സുകൾ ഓരോ കോഴ്സിനും ഫീസ് സെപ്പറേറ്റ് ആണ്. ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം BTech, BArc, അതുപോലെ BPT അങ്ങനത്തെ കോഴ്സുകൾ കഴിഞ്ഞാൽ വരുന്ന നോർമൽ ഡിഗ്രി പ്രോഗ്രാമുകളുടെയൊക്കെ ഫീസ് വരുന്നത് 550 രൂപയാണ്. അപ്പോൾ 550 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോഴ്സ്, രണ്ടാമതൊരു കോഴ്സ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണമെങ്കിൽ അതിന് വീണ്ടും ഒരു 550 രൂപ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് നെറ്റ് ബാങ്കിങ് വഴിയാവാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ചിട്ട് നമുക്കത് പേ ചെയ്യാം. ഈ പേയ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഈ പ്രിവ്യൂ പ്രോസസ്സ് നമ്മൾ കൊടുത്ത ഫോർമാറ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അത് സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ അതുപോലെ ഫോട്ടോ, നമ്മൾ അഡ്മിറ്റ് കാർഡ് പിന്നീട് നമുക്ക് റേസ് ചെയ്ത് അവർ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വെക്കാൻ, ആ ടൈമിന് കയറി ചെയ്യാനും ശ്രദ്ധിക്കുക. കോഴ്സുകളെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. എന്നിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അശ്രദ്ധക്കുറവ് വരാതിരിക്കാൻ, വന്നാൽ തന്നെ നമുക്ക് അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 4 മുതൽ 10 വരെ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും കുഴപ്പം, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പ്രിഫറൻസിലോ കോഴ്സുകളുടെ കാര്യത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കരിയർ ഗുരു ഓഫീസിൽ വരിക. ഇവിടെ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജാമിയ മില്ലിയ വളരെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരം നിങ്ങൾ കളയരുത്. അതിൻ്റെ ഹിസ്റ്ററി, ഒരു ലെഗസി ഉണ്ട്. അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.